കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കോൺഗ്രസ്. സംവിധായകൻ VM വിനു കല്ലായി ഡിവിഷനിൽ മത്സരിക്കും. KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് പാറോപ്പടിയിൽ നിന്നും, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വൈശാൽ കല്ലാട്ട് എരഞ്ഞിക്കലിൽ നിന്നും ജനവിധി തേടും. സായ്കുമാറാണ് ചേരുന്നത്. സായ്കുമാർ, VM വിനുവിനെയൊക്കെ ഇറക്കുമെന്ന് നേരത്തെ തന്നെ വാർത്തകളുണ്ടായിരുന്നു. കല്ലായി ഡിവിഷനിലാണ് VM വിനു മത്സരിക്കുക അല്ലേ? മറ്റൊന്ന് PM നിയാസ് പാറോപ്പടിയിൽ നിന്നും മത്സരിക്കും. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി വൈശാല് കല്ലാട്ട് എരഞ്ഞിക്കലിൽ നിന്നും ജനവിധി തേടുമല്ലേ? വേറെ ആരൊക്കെയുണ്ട്, എവിടെയൊക്കെയുണ്ട്? തീർച്ചയായും റോഷ്നി, സംവിധായകൻ VM വിനു അങ്ങനെ കോഴിക്കോട് കോർപ്പറേഷനിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. ഒരു സർപ്രൈസ് പേരല്ല, നേരത്തെ തന്നെ VM വിനുവിന്റെ പേര് ഉയർന്നു കേട്ടതാണ്. കോഴിക്കോട് കോർപ്പറേഷൻ നമുക്കറിയാം ഇടതുപക്ഷം അവരുടെ കുത്തകയായി വെച്ചിരിക്കുന്ന കോർപ്പറേഷനാണ്. പക്ഷേ ഏത് വിധേനയും ഇത്തവണ അത് തിരിച്ചു പിടിക്കും എന്നാണ് കോൺഗ്രസ് ആവർത്തിച്ചു പറയുന്നത്. അതിനായി പുതിയൊരു കാൻഡിഡേറ്റ് ലിസ്റ്റ് ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ മത്സരരംഗത്തിറക്കുകയാണ്. VM വിനുവാണ് അവരുടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. കല്ലായി ഡിവിഷനിൽ നിന്ന് VM വിനു മത്സരിക്കും എന്നാണ് ഇപ്പോൾ DCC അധ്യക്ഷൻ K പ്രവീൺകുമാർ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം PM നിയാസ് KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. കോഴിക്കോട് ജില്ലയിലെ സംസ്ഥാനത്തെ തന്നെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ്. അപ്പോൾ PM നിയാസ് ആയിരിക്കും മേയർ കാൻഡിഡേറ്റ് എന്ന തരത്തിലൊരു ചർച്ച ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. അതിനുശേഷമാണ് VM വിനുവിന്റെ പേര് ഈ മേയർ ഇതിലേക്ക് വരികയും ചെയ്തത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് VM വിനു ആയിരിക്കുമോ മേയർ കാൻഡിഡേറ്റ് എന്നതിനോട് പൂർണ്ണാർത്ഥത്തിൽ K പ്രവീൺകുമാർ പ്രതികരിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് VM വിനുവിനെ ഒരു കൗൺസിലർ ആക്കാൻ മത്സരിപ്പിക്കില്ലല്ലോ, UDF സംവിധാനത്തിൽ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ പ്രഖ്യാപനം വരും എന്നാണ് K പ്രവീൺകുമാർ പറയുന്നത്. അതായത് VM വിനുവാണോ PM നിയാസ് ആണോ മേയർ കാൻഡിഡേറ്റായി നിങ്ങൾ അവതരിപ്പിക്കുന്നത് എന്ന ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരം പറയുന്നില്ല. പക്ഷേ കൃത്യമായ സൂചന K പ്രവീൺകുമാർ നൽകുന്നുണ്ട്. അത് VM വിനു തന്നെ ആയിരിക്കും എന്നാണ്. മികച്ച സ്ഥാനാർത്ഥികൾ എന്നാണ് MK രാഘവൻ MP കൂടി ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ DCC പ്രസിഡന്റിനോടൊപ്പമുണ്ട്. വാർഡ് വിഭജിച്ചാലും വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചാലൊന്നും ഇത്തവണ കോഴിക്കോട് കോർപ്പറേഷൻ ഇടതുമുന്നണിക്ക് കിട്ടില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ VM വിനു ഉണ്ട്. അഡ്വക്കേറ്റ് PM നിയാസ് സിനിമാ സംവിധായകൻ എന്ന രീതിയിൽ തന്നെയാണ് VM വിനുവിനെ അവതരിപ്പിക്കുന്നത്. KPCC ജനറൽ സെക്രട്ടറിയായി VM വിനു കല്ലായി ഡിവിഷനിൽ നിന്ന് പാറപ്പൊടി. അതാണ് സായ്കുമാർ, ഇപ്പൊ കേൾക്കുന്ന പേരുകളിൽ ഒന്നും ഗ്ലാമർ അല്ല എന്ന് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും VM വിനു ഒരു ഗ്ലാമർ പേര് തന്നെയാണ്. VM വിനുവിനെ നിർത്താൻ ആലോചന ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ നേരത്തെ വന്നിരുന്നു. ഇപ്പോൾ ഇതാ അഭിലാഷ് VM വിനുവിനൊപ്പം ചേരുന്നുണ്ട്. അഭിലാഷ്, നമുക്കറിയാം സംവിധായകനായിരിക്കെ തന്നെ VM വിനു കേരളത്തിൽ നടക്കുന്ന പല രാഷ്ട്രീയ സംഭവങ്ങളിലും സമകാലിക കാര്യങ്ങളിലുമൊക്കെ പ്രതികരണങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒപ്പം നാടിനെ അറിയുന്ന ജനപ്രിയനായി തന്നെ നിൽക്കുന്ന ഒരാളാണല്ലോ അല്ലേ VM വിനു. ഈ കോൺഗ്രസ് VM വിനുവിനെ ഇറക്കുന്നതിലൂടെ തന്നെ ലക്ഷ്യമിടുന്നത് ഒരു ജനപ്രിയനായ ഒരാൾ, അയാളെ നിർത്തുക എന്നുള്ളതല്ലേ? തീർച്ചയായിട്ടും ജനപ്രിയനായ ഒരാളെ നിർത്തുക എന്ന് തന്നെയാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ അവർ പറയുന്നത് മേയർ സ്ഥാനാർത്ഥി എന്നുള്ളത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല, പക്ഷേ സാധാരണ ഒരു കൗൺസിലറായി മാത്രം അദ്ദേഹം മത്സരിക്കില്ല എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കുന്നുണ്ട്. അതായത് മേയർ സ്ഥാനാർത്ഥിയായി തന്നെയാണ് VM വിനുവിനെ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. VM വിനു നമുക്കൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ആദ്യമായി കല്ലായിൽ മത്സരിക്കുകയാണ്, ആദ്യമായി കല്ലായിലാണ് തൻ്റെ സിനിമയുടെ ആദ്യ ഇന്നിങ്സ് ആരംഭിച്ചതെന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ മത്സരരംഗത്തേക്ക് വരുമ്പോൾ അതും കല്ലായിലാണ് എന്നുള്ളത് ഒരു സവിശേഷമായ ഒരു കാര്യമായിട്ട് തന്നെയാണ് അദ്ദേഹം കാണുകയും ചെയ്തത്. ഏതായാലും VM വിനു നമുക്കൊപ്പം ചേരുന്നുണ്ട്. സർ, താങ്കൾ ഒരു മേയർ സ്ഥാനാർത്ഥിയായി തന്നെ വരുന്നു. ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും മേയർ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ തന്നെയാണ് താങ്കളെ അവതരിപ്പിക്കുന്നത്. എങ്ങനെയാണ് ഈ സമയത്ത് കാണുന്നത്? സത്യത്തിൽ ഇതൊക്കെ യാദൃച്ഛികമാണ്. ഇതൊക്കെ സംഭവിക്കുന്ന ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ സംഭവിക്കുമെന്ന് പറഞ്ഞ പോലെ അതങ്ങനെ സംഭവിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഒരിക്കലും ഇങ്ങനൊരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് ഞാൻ വിചാരിച്ചു. രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നില്ല, രാഷ്ട്രീയത്തിലേക്ക് കൂട്ടമായി ഇറങ്ങി ഞാൻ പറയുന്നില്ല. എനിക്ക് കോഴിക്കോട് കോർപ്പറേഷനിൽ മത്സരിക്കാൻ ഒരവസരം കിട്ടിയത് അത് എൻ്റെ ഒരു മനസ്സിൻ്റെ ആഗ്രഹം കൊണ്ടായിരിക്കും അത് വിചാരിക്കുന്നത്. കാരണം എന്താ, ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഒരു മുരടിച്ച് പോയ, കോഴിക്കോട് നഗരത്തിന് മുരടിച്ച് പോയൊരവസ്ഥ, ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകും ഞാൻ പലപ്പോഴും ആലോചിച്ചു. എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിലൊക്കെ ഇത് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോഴുള്ള പൊളിറ്റിക്സിലുള്ള പലരും എൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഞാൻ പലപ്പോഴും സംസാരിച്ചിട്ട് എന്താ ഒരു മാറ്റമില്ലാത്തത്. പല സിറ്റികളും നമുക്ക് പുറത്ത് പോകുമ്പോഴൊക്കെ കാണുമ്പോൾ നമ്മൾ അത്ഭുതം തോന്നും. പക്ഷേ സാംസ്കാരിക രംഗത്ത്, സാഹിത്യ രംഗത്താണെങ്കിലും സംഗീതത്തിൻ്റെ രംഗത്താണെങ്കിലും അതുപോലെ തന്നെ കച്ചവട രംഗത്താണെങ്കിലും വാണിജ്യപരമായിട്ടുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ തന്നെ കോഴിക്കോട് ചരിത്രപരമായൊരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്ത് പഴയ കടൽപ്പാലം ഉണ്ടായിരുന്നു കോഴിക്കോട്.
അത് പൊളിഞ്ഞ് വീണ് പോയ പോലെ ഇതിൻ്റെ ഡെവലപ്മെൻറ്റും പൊളിഞ്ഞ് കടലിലേക്ക് ആഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വേണം. കോഴിക്കോടിനെ ഒരു നല്ലൊരു സിറ്റിയായിട്ട്, ഒരു ഹൈടെക് ലെവലിൽ സിറ്റിയായിട്ട് മാറ്റണം. അതിനൊരു സാംസ്കാരിക നഗരം എന്നുള്ള പേരിൽ ഖ്യാതി നേടിക്കൊടുക്കുന്ന രീതിയിൽ ഏത് ഭാഗത്തു നിന്നും, ലോകത്തെ നാനാ ഭാഗത്തു നിന്നും ആൾക്കാർ വന്നു കഴിഞ്ഞാൽ, കലാകാരന്മാരായിക്കോട്ടെ, ഏത് ബിസിനസ് ആയിക്കോട്ടെ, ആരായാലും വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു അത്ഭുതപ്പെടുന്ന രീതിയിൽ കോഴിക്കോട് മാറ്റണം എന്നുള്ളത് എൻ്റെ ആഗ്രഹം. കല്ലായിലാണ് താങ്കളുടെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. അതേ കല്ലായിൽ തന്നെയാണ് വീണ്ടും ഒരു മത്സരരംഗത്തേക്ക് വരുന്നത്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഞാൻ പറഞ്ഞേ, ഇതൊക്കെ എന്താ പറയുക, ഒരു നിയോഗം എന്ന് തന്നെ പറയാം. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ചില സീനുകൾ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് കല്ലായി എന്ന് പറയുന്നത്. സിനിമാ രംഗത്തും ഒക്കെ തന്നെ എനിക്ക് തുടക്കക്കാരെന്ന നിലയിൽ കല്ലായി തന്നെയായിരുന്നു എൻ്റെ ഒരു മണ്ണ് എന്ന് പറയുന്നത്. ഇപ്പോൾ അവിടെ വരുന്നു പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് അവിടുത്തെ ജനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധമുള്ളത് കൊണ്ട് തന്നെ എനിക്ക് തീർച്ചയായിട്ടും എൻ്റെ മനസ്സിൽ കല്ലായി എന്ന് പറഞ്ഞ് തെളിഞ്ഞു വരുന്നത് പ്രതാപത്തോടു കൂടി നിന്ന സുന്ദരിയായി നിന്ന കല്ലായിപ്പുഴയാണ്. അത് നാമാവശേഷമായി കഴിഞ്ഞിരിക്കുന്നത്. അതൊന്ന് പുനർജീവിപ്പിക്കണം. അതിനുവേണ്ടി ഞാൻ നമ്മളേക്ക് ജനാധിപത്യ മുന്നണി ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ വരും എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. കാരണം ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് അതിനായിരിക്കും. നിരവധി ആശയങ്ങൾ താങ്കളുടെ മനസ്സിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോഴിക്കോട് എന്ന് പറയുന്ന ഒരു സാംസ്കാരിക ഒരു നഗരം കൂടിയായി മാറിയിട്ടുണ്ട്. ആ സാംസ്കാരിക നഗരത്തെ എങ്ങനെയായിരിക്കും കുറേ കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും? അത് ഞാൻ പറഞ്ഞത് അതിൻ്റെ കുറേ നമുക്കൊരു ചില മനസ്സിലെ ചില കാഴ്ചപ്പാട്, നമ്മൾ പല സ്ഥലങ്ങളിലും സഞ്ചരിച്ചൊരു വ്യക്തി എന്ന നിലയിൽ അതിന് പിന്നിലുള്ള കുറേ കാഴ്ചപ്പാടുകളില്ല. അതിപ്പോൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ വരെ, കോഴിക്കോട് നഗരത്തിലെ ചെറുകിട കച്ചവടക്കാരുടെ കാര്യത്തിൽ വരെ എല്ലാ കാര്യങ്ങളിലും ഒരു അടുക്കും ചിട്ടയും വരേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഞാനിങ്ങനെ ചെയ്യും, വെറുതെ വാക്കുകൾ കൊണ്ട് കസരത്ത് നടത്തിയിട്ട് കാര്യമില്ല, ചെയ്യാൻ കഴിയണം. അത് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മനസ്സിൽ പല ഐഡിയകളുണ്ട് എൻ്റെ മനസ്സിൽ. ഇത്ര കാലങ്ങളെ സൂക്ഷിച്ച് വെച്ച കുറേ വിഷ്വൽസ് ഉണ്ട് അതിനെപ്പറ്റിയില്ല. അത് നടത്തിയിരിക്കുന്നു. സമഗ്രമായ ആശയങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഏതായാലും വിജയാശംസകൾ. ഏതായാലും അദ്ദേഹം പറയുന്നത് തൻ്റെ മനസ്സിൽ നിരവധി ആശയങ്ങളുണ്ട്, അത് നടപ്പിലാക്കേണ്ടതുണ്ട്. അത് ജയിച്ചതിന് ശേഷം ജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നു. അതോടൊപ്പം തന്നെ കല്ലായിപ്പുഴയുടെയും അതോടൊപ്പം തന്നെ സാംസ്കാരിക നഗരം എന്നുള്ള നിലയിൽ കോഴിക്കോടിൻ്റെയും അഭിവൃദ്ധിക്ക് വേണ്ടി അങ്ങേയറ്റം വരെ പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ ആശയങ്ങളാണ് തൻ്റെ മനസ്സിൽ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയാണ്. ഓക്കെ, സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ള VM വിനുവിന്റെ സംവിധായകന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഈ ബസ് കണ്ടക്ടർ വേഷം, മകന്റെ അച്ഛൻ പോലുള്ള സിനിമകളൊക്കെ സംവിധാനം ചെയ്ത സംവിധായകനാണ് VM വിനു. അപ്പോൾ പുതിയൊരു വേഷപ്പകർച്ചയിലേക്ക് VM വിനു കടക്കുകയാണ്. ഇനിയിപ്പോൾ സ്ഥാനാർത്ഥികളായി VM വിനുവിന്റെ സിനിമകൾ എടുത്തു നോക്കിയാൽ തന്നെ അറിയാം, അതിലൊരു നാട്ടുംപുറം ഉണ്ടാവും. സാധാരണക്കാരുടെ ജീവിതങ്ങളൊക്കെ ആയിരിക്കും വരച്ചു കാട്ടാൻ VM വിനു കൂടുതലായും സിനിമകളിലൂടെ ശ്രമിച്ചത്. അതിൽ കോമഡി ഉണ്ടായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ പുതിയൊരു വേഷപ്പകർച്ചയിൽ സ്ഥാനാർത്ഥിയായി ഒരു രാഷ്ട്രീയക്കാരനായി കൂടി VM വിനു ജനങ്ങൾക്കിടയിലേക്ക് എത്തുകയാണ്. അഭിലാഷാണ് VM വിനുമായി സംസാരിച്ചത്.